ഹലോ മണ്ട വണ്ടിയിൽ എണ്ണ അടിച്ചായിരുന്നു. ആ ശരി ചേട്ടാ. ആ പറ്റിക്കല്ലേ അടിക്കൊക്കെ ഓക്കെ. ആരാടാ വിളിച്ചത്? ജെസിനാടാ. ഏത് ജെസി? എടാ നമ്മുടെ ജെഫിന്റെ ചേട്ടൻ. അവന്റെ വണ്ടിയാണോ ഇത്? അവന്റെ വണ്ടിയാടാ. അവൻ പെട്രോൾ അടിച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കണ. എടാ അവന് പെട്രോൾ അടിക്കാൻ എൻ്റെ പൈസ ഇല്ലടാ. ഇപ്പൊ നമുക്കുള്ളതുണ്ടല്ലോടാ, ബാക്കി നമുക്കതിനെ പറ്റിക്കാടാ. അത് ശരിയാ. അവൻ മണ്ട. അപ്പൊ നിന്റെ ഹിമാലയന്റെ ഇത്ര ലോങ് പോകാൻ പെട്രോൾ അടിക്കാൻ നിന്റെ അപ്പം പൈസ തരും. ഓ അത് ശരിയാ. നമുക്ക് തെറിച്ചാലോ? ആ നമുക്ക് വിട്ടേക്കാം. ദേടാ ഒരു ചിക്ക്. എടാ അടുത്തത്. എടാ എനിക്കൊന്ന് ചെടി നനക്കണോടാ. ഇവിടെ ചവിട്ടിയാലോ? ആ ഇവിടെ ചവിട്ടിക്കോ. കോപ്പിലെ ഹെൽമെറ്റ്. ബാ ആ ചെടി നനയ്ക്കാം. നീ ആ ചെടി നനക്ക്, ഞാൻ ഈ ചെടി നനക്കാം. അയ്യോ എന്റെ കുടുക്ക. ഒരു ജഡ്ഡിയിട്ട് നടന്നുകൂടാ. എന്റെ പട്ടി ഇടും. ഇനിയിപ്പോ വഴിയാരോടെ ഇറക്കും? ദേവിടെ രണ്ട് ഏട്ടന്മാരിപ്പുണ്ട്. ചേട്ടാ 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 ബംഗാളികളാന്ന് വന്നത്. ആ കണ്ടാലും പറയും ചേട്ടാ ഉവാ ഉവാണ്ടി. എന്താണ്ട ചേട്ടാ ഇവിടെയുള്ള റോഷനെ അറിയാവോ? റോഷനോ? 2 ദിവസം കഴിയുമ്പോഴേ എനിക്കൊരു കല്യാണാലോചന ഉണ്ട്. ആ റോഷൻ അറിയാലേ. എന്താണ് സ്റ്റഫാണ്? സ്റ്റഫാ? സ്റ്റഫിനൊന്നും അല്ല ഏട്ടാ, എൻ്റെ വീട് വരെ ഒന്ന് പോകാനാ. അപ്പൊ അത് തന്നെ നമുക്കൊല്ലൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്റ്റഫിനൊന്നും വന്നല്ല ഏട്ടാ, ഒരു കല്യാണാലോചനയായിട്ട് വന്ന. നിനക്ക് വഴി പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പറ. താൻ ചൂടാവാറോ? ഞാൻ വഴി പറഞ്ഞുതരാം. വഴിയല്ലേ? എടാ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ ഇടവഴിയുണ്ട്. ഈ ഇടവഴിയിൽ നിന്ന് നേരെ ചെല്ലുമ്പോൾ ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് നേരെ വലത്തോട്ട്. പിന്നെയും കുറച്ചുകൂടി പോകുമ്പോൾ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിൽ നിന്ന് നേരെ പിന്നെ എടുത്തോട്ട്. അവിടെ ചെന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ മതി. അല്ലേടാ? ശരിയാടാ. ശരിയേട്ടാ. ചേട്ടാ എനിക്കും കൂടെ. എടാ അവര് പറഞ്ഞ റോഷന്റെ വീട് ദേ ഇതല്ലേ? ഇനി എന്തിനാണ് കഞ്ചാബ് റോഷന്റെ വീട്ടിലോട്ട് വീട്? ഈ വീഡിയോ ഞാനും കണ്ടായിരുന്നു. ഏ Run.